ഹലോ സ്റ്റുഡൻസ്, 2026 HSST ഇംഗ്ലീഷ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള ഒരു വീഡിയോ ആണിത്. HSST എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ 5 ചോദ്യങ്ങൾ വീതമാണ് ഓരോ വീഡിയോയിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ മനസ്സിലാക്കാനും പ്രാക്ടീസ് ചെയ്യാനും ഇത് ഇമ്പോർട്ടൻ്റ് ആയ ഈ ടോപ്പിക്സുമായി ബന്ധപ്പെട്ടുള്ള എക്സ്ട്രാ ഇൻഫോർമേഷൻസ് അറിയാനും ഈ വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോസ് ആയതുകൊണ്ട് തന്നെ മറ്റ് ജോലികൾക്കിടയിലൊക്കെ നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് കാണാനും ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത്തരം കൂടുതൽ വീഡിയോസിനായിട്ട് എല്ലാവരും ചാനലിലെ പ്ലേലിസ്റ്റ് വിസിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ 2022 അതായത് ലാസ്റ്റ് നടന്ന HSST ഇംഗ്ലീഷ് ജൂനിയർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. HSST എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. Question 1. K.R. Srinivasa Iyengar referred to as one of the most aggressively individualistic of the new poets. A. Nizim Ezekiel, B. A.K. Ramanujan, C. Kamala Das, D. Arun Kolatkar. അപ്പോൾ ഡോക്ടർ ശ്രീനിവാസ അയ്യങ്കാർ ആരെയാണ് വൺ ഓഫ് ദ മോസ്റ്റ് അഗ്രസീവ്ലി ഇൻഡിവിജ്വലിസ്റ്റിക് ഓഫ് ദ ന്യൂ പോയിറ്റ്സ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്? കമലാദാസിനെയാണ്. അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്നുള്ള K.R. ശ്രീനിവാസ അയ്യങ്കാറിൻ്റെ പുസ്തകത്തിലാണ് കമലാദാസിനെ കുറിച്ച് വൺ ഓഫ് ദ മോസ്റ്റ് അഗ്രസീവ്ലി ഇൻഡിവിജ്വലിസ്റ്റിക് ഓഫ് ദ ന്യൂ പോയിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. കമലാദാസ് കൺഫെഷണൽ പോയട്രിയുടെ ആളാണ്. കമലാദാസിൻ്റെ കൂടുതൽ വർക്ക്സിലും നമുക്ക് കാണാം കൺഫെഷണൽ ടൈപ്പ് ഓഫ് പോയട്രിയാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സ്ട്രാ ഇൻഫർമേഷൻസും ഡീറ്റെയിൽസും ഞാൻ വായിക്കാം. K.R. Srinivasa Iyengar, in his seminal work Indian Writing in English, used this description for Kamala Das to highlight her bold, unconventional and deeply personal voice that broke away from traditional poetic constraints. She is often called as the confessional poet. Next question. Who is hinted as a mugging Jew among the wolves in the poem Background Casually? A. Jesus Christ, B. A British major, C. Nizim Ezekiel, D. Son of Man. ആൻസർ C. നിസിം എസേക്കിൽ ആണ്. അപ്പോൾ നിസിം എസേക്കിലിൻ്റെ ഓട്ടോബയോഗ്രഫിക് പോയമാണ് ബാക്ക്ഗ്രൗണ്ട് കാഷ്വലി. നമുക്കറിയാം നിസിം എസേക്കിൽ ഒരു ജ്യൂ ആണ്. അപ്പോൾ ഇന്ത്യയിലെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഡൊമിനേറ്റഡ് കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയിലുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് അദ്ദേഹം ഈ പോയത്തിൽ പറയുന്നത്. അപ്പോൾ അവരുടെ ഇടയിൽ ആ കമ്മ്യൂണിറ്റീസിനെയാണ് ഇവിടെ വോൾസ് എന്ന് റെഫർ ചെയ്തിട്ടുള്ളത്. ഹി ഹിംസെൽഫ് ഈസ് ദ ജ്യൂ. അപ്പോൾ ഇവിടെ എ മഗ്ഗിങ് ജ്യൂ എന്ന് റെഫർ ചെയ്തിട്ടുള്ളത് പോയറ്റായിട്ടുള്ള നിസിം എസേക്കിലിനെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ആൻഡ് എക്സ്ട്രാ ഇൻഫോ വായിക്കാം. ആൻസർ C. നിസിം എസേക്കിൽ. He is also known as the father of modern Indian English poetry. Nizim Ezekiel is known as the father of modern Indian English poetry. In his autobiographical poem Background Casually, Ezekiel uses this line to describe his childhood experience as a member of the Bene Israel Jewish community in a predominantly Hindu and Muslim environment. The wolves symbolize the unfriendly or intimidating atmosphere he felt as a religious minority. Next question. Which among the following entreaties are made by the poet to the world outside in the poem Canonization? 1. To hold their tongues and let them love. 2. To engage in some productive endeavors. 3. To memorialize the lovers in verses. 4. To chide his policy and gout. Option A 1 and 2, B 3 and 4, C 1 and 4, D 2 and 3. ഇവിടെ കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത് 1 and 4 ആണ്. ജോൺ മിൽട്ടൻ്റെ വൺ ഓഫ് ദ ഫേമസ് മെറ്റാഫിസിക്കൽ വർക്കാണ് ദ കനനൈസേഷൻ. അപ്പോൾ അതിൽ പോയിറ്റ് ഡയറക്റ്റ്ലി പറഞ്ഞിട്ടുള്ള റെഫറൻസസ് ഓപ്ഷൻ 1 and 4 ആണ്. എക്സ്പ്ലനേഷൻ വായിക്കാം. ഇൻ ജോൺ ഡൺസ് canonization, the speaker is frustrated with the world that interferes with his private love. For God's sake, hold your tongue and let me love. This refers to the initial lines of the poem and it means to hold their tongues and let them love. 1. Or chide my palsy or my gout,
My 5 grey hairs or ruined fortune flout. This is also lines from the poem. It refers to the fourth statement to chide his palsy and gout. So option 1 and 4 belongs to the poem. There is another line from the poem. With wealth your state, your mind with arts improve. Take you a course, get you a place. It suggests focusing on worldly pursuits rather than criticizing the lover. So these comments made directly by the poet speaker to the world outside in the first stanza are to hold their tongues and to chide his palsy or gout instead of interfering his love. The other options 2 and 4 are not among the specific commands directly given by the poet to the outsider in the opening lines. So option 1 and 4 is the correct one. Next question. Which of these statements regarding the essay of truth by Francis Bacon is correct? First statement, truth is the sovereign good of human nature. 2. A mixture of lie doth add pleasure. 3. It is heaven upon earth to have a man's mind turn upon the poles of falsehood. 4. Mixture of falsehood is like alloy in a coin of gold and silver. Option A 1, 2 and 3. Option B 1, 2 and 4. Option C 3 and 4. Option D 2 and 3 only. So here correct option is 1, 2 and 4. ഫ്രാൻസിസ് ബേക്കൻ്റെ ഓഫ് ട്രൂത്ത് എന്ന അഫോറസ്റ്റിക് എസ്സേ, അഫോറസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഷോർട്ടായിട്ടുള്ള എസ്സേസ്. ഫ്രാൻസിസ് ബേക്കൺ ഈ രീതിയിൽ ഓഫ് ട്രൂത്ത്, ഓഫ് മാരേജ്, ഓഫ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എസ്സേസ്, അഫോറസ്റ്റിക് എസ്സേസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫ് ട്രൂത്ത് എന്ന എസ്സേയിലെ ലൈൻസാണ് തന്നിരിക്കുന്ന 1, 2 and 4th സ്റ്റേറ്റ്മെൻറ്റ്. എക്സ്പ്ലനേഷൻ വായിക്കാം. Statement 1 is correct. He describes the inquiry, knowledge and belief of truth as the sovereign good of human nature. ട്രൂത്തിനെ ഇവിടെ sovereign good of human nature എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Statement 2 is correct. He notes that humans often prefer a bit of lie because it adds pleasure and vanity. So lie adds pleasure. It is also a statement from of truth. Statement 4 is correct. He uses a famous financial metaphor, saying that a mixture of falsehood is like alloy in a coin of gold and silver. It may make the metal work better, easier to handle, but it lowers the actual value. So these 3 statements are correct. Why the statement 3 is wrong? Because Francis Bacon actually says it is heaven upon earth to have a man's mind move in charity, rest in providence and turn upon the poles of truth. അപ്പം തേർഡ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ അവസാനം പോൾസ് ഓഫ് ട്രൂത്ത് എന്നുള്ളത് ആക്കിയ കറക്റ്റായിട്ട് ഓഫ് ട്രൂത്ത് എന്നുള്ള എസ്സേയിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ അവിടെ പോൾസ് ഓഫ് ഫാൾസ്ഹുഡ് എന്നാണ് തന്നിട്ടുള്ളത്. ദ ക്വസ്റ്റ്യൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ട്രൂത്ത് വിത്ത് ഫാൾസ്ഹുഡ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 3 റോങ് ആണ്. നെക്സ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ. Paradise Lost is one of the books which the reader admires and lays down and forgets to take up again. None ever wished it longer than it is. Its perusal is a duty rather than a pleasure. We read Milton for instruction, retire harassed and overburdened, and look elsewhere for recreation. We desert our master and seek for companions. This harsh barb on Milton occurs in A. Epigram on Milton by John Dryden. B. Life of Milton by Dr. Johnson. C. Homage to Dryden by T.S. Eliot. D. The Marriage of Heaven and Hell by William Blake. അപ്പോൾ മിൽട്ടനെ കുറിച്ചിട്ടുള്ള ഈ ഒരു ക്രിറ്റിസിസം വന്നിട്ടുള്ളത് ഓപ്ഷൻ ബി, ലൈഫ് ഓഫ് മിൽട്ടൺ ബൈ ഡോക്ടർ ജോൺസൺ. ഡോക്ടർ സാമുവൽ ജോൺസൻ്റെ ലൈഫ്സ് ഓഫ് മോസ്റ്റ് എമിനൻറ്റ് ഇംഗ്ലീഷ് പോയറ്റ്സ്, ഇമ്പോർട്ടൻറ്റ് ബുക്കാണ്. ഇംഗ്ലീഷിലെ ഫസ്റ്റ് ഡിക്ഷണറി തയ്യാറാക്കിയ ഡോക്ടർ സാമുവൽ ജോൺസൻ്റെ ലൈഫ്സ് ഓഫ് ദ മോസ്റ്റ് എമിനൻറ്റ് ഇംഗ്ലീഷ് പോയറ്റ്സ് എന്ന ബുക്കിലെ ലൈഫ് ഓഫ് മിൽട്ടൺ എന്ന ഭാഗത്ത് മിൽട്ടനോടുള്ള ക്രിറ്റിസിസം വരുന്നുണ്ട്. ആ ഭാഗത്തു നിന്നുള്ളൊരു കമൻ്റാണിത്. അപ്പോൾ എക്സ്പ്ലനേഷൻ വായിക്കാം. ദിസ് ഈസ് എ ഫേമസ് പീസ് ഓഫ് ക്രിറ്റിസിസം ബൈ സാമുവൽ ജോൺസൺ, ഓഫൺ കാൾഡ് ഡോക്ടർ ജോൺസൺ, ഫ്രം ഹിസ് വർക്ക്സ് ലൈഫ്സ് ഓഫ് ദ മോസ്റ്റ് എമിനൻറ്റ് ഇംഗ്ലീഷ് പോയറ്റ്സ്. Johnson respected Milton's genius
but found Paradise Lost exhausting to read. His remark, "None ever wished it longer than it is one of the most famous backhanded compliments in literary history." അപ്പോൾ ഡോക്ടർ ജോൺസൺ മിൽട്ടൻ്റെ ജീനിയസിനെ കുറിച്ച് പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്, പക്ഷേ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡിനെ കുറിച്ചും അതുപോലെ പാരഡൈസ് ലോസ്റ്റിന് ഭയങ്കര എക്സോസ്റ്റിംഗ് ടു റീഡ് എന്നുള്ള രീതിയിലുമാണ് ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ 5 ക്വസ്റ്റ്യൻസ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിൽ എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ സജഷൻസ് കമൻസിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. HSST എക്സാമിനും മറ്റ് ഇംഗ്ലീഷ് എക്സാംസിനും പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്.